ലതാ മങ്കേഷ്കർ. ഇവർ ലിറ്ററലി നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കടക്കണിയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ദിസ് ഈസ് അനദർ ഡേ ഓഫ് ഷെയറിംഗ് സിമ്പിൾ സ്റ്റോറീസ് വിത്ത് വാല്യുബിൾ ലെസൺസ്. ഇന്ന് BCCI ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡാണ്. നമ്മുടെ പല ക്രിക്കറ്റേഴ്സിന്റെയും പ്രതിഫലം കോടികളാണ്. എന്നാൽ 1980 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ അവസ്ഥ ഇങ്ങനെയല്ലായിരുന്നു. ദിവസേന 200 രൂപ മാത്രമായിരുന്നു ക്രിക്കറ്റേഴ്സിന് ബോർഡിന് കൊടുക്കാൻ സാധിച്ചത്. 1983 ഇന്ത്യ ആദ്യമായി വേൾഡ് കപ്പ് നേടിയപ്പോൾ BCCI അന്ന് ഇന്ത്യക്ക് വേണ്ടി കളിച്ച 14 പേർക്ക് ഒരു പ്രൈസ് മണി കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ BCCIയുടെ കയ്യിലായിട്ട് ഇവർക്ക് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അതിനായി അവർ ക്രിക്കറ്റിന്റെ കടുത്ത ആരാധികയും പ്ലേബാക്ക് സിംഗറുമായ ലതാ മങ്കേഷ്കറിനെ സമീപിക്കുകയാണ്. ഇവർ പൈസ ശേഖരിക്കാനായി ഒരു മ്യൂസിക്കൽ ഇവന്റ് നടത്തുകയും അതിലൂടെ ലഭിച്ച മുഴുവൻ തുകയായി 20 ലക്ഷം രൂപ ഇവർ BCCIക്ക് കൈമാറുകയും ചെയ്തു. അങ്ങനെ BCCIക്ക് കളിക്കാർക്ക് പ്രൈസ് മണിയായിട്ട് ഓരോ ലക്ഷം രൂപ കൊടുക്കാനും സാധിച്ചു. ലതാ മങ്കേഷ്കറിന്റെ ഈ ഒരു മഹത്തായ പ്രവൃത്തിക്ക് ആദര സൂചകമായി BCCI ഇവർക്ക് ജീവിതകാലം മുഴുവൻ എല്ലാ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും 2 VIP സീറ്റുകൾ സമ്മാനിച്ചു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസും കാണാൻ ശ്രമിക്കുക.